തരീഖത്തിന് ഇയാളെ പറ്റി അള്ളാഹ് ആയത്തിറക്കി എന്ന് വരുത്തുന്ന രൂപത്തിലാണ് ഈ ആശയം. പേരോട് പ്രസംഗത്തിൽ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബുർഹാനുൽ മില്ലത്തി വദ്ദീൻ എന്നാണ് സയ്യിദി അബുൽ ഐനൈൻ ഇബ്രാഹിം ഖുറൈശി ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ നാമം, പേര്. ആ രീതിയിൽ അള്ളാഹു തആലയുടെ ഔലിയാക്കളുടെ ഭാഗത്ത് അങ്ങനെയാണ് അദ്ദേഹത്തിന് പേര് വന്നത്. അതിലേക്കുള്ള ഒരു തഫാഉലായിട്ട് കൊടുത്തതാണ്. അപ്പോഴേക്ക് ഇതൊക്കെ കേൾക്കുന്ന ഏത് സാധാരണക്കാരും കരുതും ബുർഹാൻ എന്ന ആയത്ത് ബുർഹാനിയ്യക്ക്. ഈ ബുർഹാനിയ്യ എന്ന പേര് ഷെയ്ഖ് മുഖ്താർ ഇട്ടതല്ല. നൂറ്റാണ്ടുകളായിട്ട് ഈ തരീഖത്തിന് അങ്ങനെയാണ് പേര്. നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെയാണ് പേര്. അത് ഞാൻ അവിടെ പറയാം. സൂഫി മാർഗം ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി തരീഖത്തിനെ കുറിച്ച്, സൂഫിസത്തെ കുറിച്ച് നല്ലപോലെ വായിച്ച് പഠിച്ച പണ്ഡിതനാണ്. നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം വ്യക്തമായി ദസൂഖിയ തരീഖത്തിനെ പറ്റി, അതിന്റെ പേരിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇബ്രാഹിം അത് തന്നെ ഞാൻ പറയുന്നത്. ബുർഹാനിയ്യ എന്ന ഒരു കഷ്ണവുമായിട്ട് നാം മൂപ്പർക്ക് പോകാലോ എന്ന് AP ഉസ്താദ് പറയുന്നുണ്ട്. ബുർഹാനിയ്യ എന്നുള്ളത് ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ ഉണ്ടാക്കിയ പേരല്ല. നൂറ്റാണ്ടുകളായി ദസൂഖി ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ തരീഖത്തിനുള്ള പേരാണ്, സർവ്വ കിതാബിലുണ്ട്. അപ്പൊ ആ പേര് ബുർഹാനിയ്യ എന്ന് പേരുണ്ട്, അത് സ്വീകരിച്ചവരുണ്ട്. ബുർഹാനിയ്യ എന്ന് എന്റെ ഷെയ്ഖ് സ്വീകരിച്ചപ്പോഴേക്ക് ഒരു കഷ്ണവുമായിട്ട് മൂപ്പർക്കും പോകാലോ. പ്രസംഗം കേൾക്കുന്നവർ കരുതും മൂപ്പര് പുതിയ പേരിട്ട, എന്നിട്ട് ബുർഹാനുൻ എന്ന ഒരായത്ത് കൊടുത്തതിന് കളിയാക്കി. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സൂഫി മാർഗം അദ്ദേഹം ഗംഭീരമായി എഴുതുന്നുണ്ട്. ഇബ്രാഹിം അൽ മജിദ് അൽ ദസൂഖി 1246 1288 എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കുറെ ചരിത്രം. പിന്നീട് ദസൂഖിയ്യ എന്നായി. ഇബ്രാഹിം ദസൂഖിക്ക് ബുർഹാനുദ്ദീൻ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്നതിനാൽ ബുർഹാനിയ്യ എന്ന പേരിലും പ്രസ്തുത ത്വരീഖത്ത് അറിയപ്പെട്ടു. ഇത് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് എടുത്തല്ല. ഇത് ലോകത്തൊക്കെ ഇമാമിയങ്ങൾ അറബിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും ഒക്കെ കിതാബ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പൂർവികർ ഭക്തന്മാരായിരുന്നു. സുഹ്റവർദി, റിഫായി, ബദവി തരീഖത്തുകളിൽ അംഗത്വം നേടുകയും ഗുരുവിന്റെ സമ്മതത്തോടെ പുതിയൊരു തരീഖത്ത് സ്ഥാപിക്കുകയും ചെയ്തു. ആര്? ഇബ്രാഹിം ദസൂഖി. അപ്പൊ പുതിയൊരു തരീഖത്ത് സ്ഥാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് മുഹമ്മദ് ഉസ്മാനെ കളിയാക്കണ്ട. അദ്ദേഹം പുതിയത് സ്ഥാപിച്ചതല്ല. ഇബ്രാഹിം ദസൂഖിന്റെത് ബുർഹാനിയ്യ എന്ന പേരിൽ അദ്ദേഹം സ്വീകരിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തരീഖത്തിന് അങ്ങനെ പേരുണ്ട് എന്ന്, ബുർഹാനിയ്യ എന്ന പേരുണ്ട്, ബുർഹാനിയ്യ എന്ന പേരുണ്ട് എന്ന് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി എഴുതുന്നു. ഇനി ആധികാരിക ചരിത്രം തന്നെ അസ്സയ്യിദ് ഇബ്രാഹിം ദസൂഖി അഹമ്മദ് ഇസ്സുദ്ദീൻ അബ്ദുല്ലാഹി എന്ന് പറയുന്ന ഈജിപ്തിലെ വലിയ പണ്ഡിതൻ എഴുതിയ വലിയ ബൃഹത്തായ ഗവേഷണമാണ്. ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിനെ പറ്റി എമ്പാടും എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എഴുതുന്നു വയുത്ലഖു അലാ തരീഖതിഹി, അദ്ദേഹത്തിന്റെ തരീഖത്തിന്റെ പേര് അൽ ബുർഹാനിയ്യ എന്ന് പറയാറുണ്ട്. ന്യൂനാണ് അൽ ബുർഹാനിയ്യ നിസ്ബത്തുൻ ഇലാ ലഖബിഹി. അപ്പൊ ബുർഹാനുൽ മില്ലത്തി വദ്ദീൻ എന്ന ലഖബിലേക്ക് ചേർത്തിട്ട് ബുർഹാനിയ്യ, ബുർഹാനുദ്ദീൻ ഇബ്രാഹിം എന്നാണ്. വൽ ഇബ്രാഹിമിയ്യ അവിൽ ബുർഹാമിയ്യ നിസ്ബത്തൻ ഇലാ ഇസ്മിഹിൽ മുബാറക്, ഇബ്രാഹിമിലേക്ക് ചേർത്ത് ബുർഹാമിയ്യ. വദ്ദസൂഖിയ്യ, ദസൂഖിയ്യ എന്ന് പറയാറുണ്ട്, നിസ്ബത്തൻ ഇല ശുഹ്റത്തിൽ മക്കാനിയ്യ, ജീലാനിയ്യ എന്ന് പറയുന്ന മാതിരി ദസൂഖിയ്യ. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു ഇപ്പോൾ പ്രചാരം നേടി ആദരവിന്റെ സമ്മേളനത്തിന്റെ ശേഷം അദ്ദസൂഖിയ്യത്തുൽ മുഹമ്മദിയ്യ. കാരണം അൽ ബുർഹാമിയ്യ എന്ന പേരിൽ തന്നെ ഈജിപ്തിൽ 4 or 5 തരീഖത്തുകളുണ്ട്. ബുർഹാനിയ്യ എന്ന പേരിൽ, ആ പേര് വെച്ച് നടക്കുന്നവരിൽ തെറ്റായ പരാമർശമുള്ളവരോ തെറ്റായ രീതിയിൽ നടക്കുന്നവരോ ഉണ്ടാകും. അതിന് മുഖ്താർ ഉത്തരവാദിയാണോ? ഞങ്ങൾ ആരെങ്കിലും ഉത്തരവാദിയാണോ? ലോകത്തുള്ള എല്ലാ തരീഖത്തും ഹക്ക എന്ന് പറയാനാണോ ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത്? അപ്പൊ ചുരുക്കത്തിൽ ദസൂഖിയ്യത്തുൽ മുഹമ്മദിയ്യ എന്ന പേരിലാണ് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു ഇപ്പോഴും പേര് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട്? പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസം വേണ്ട. അൽ ബുർഹാമിയ്യ എന്ന് തന്നെ കുറെ ആളുകൾ പറയണ്ട. അൽ ബുർഹാമിയ്യകൾ തന്നെ അൽ ബുർഹാമിയ്യത്തു ഷഹാവിയ്യ, അൽ ബുർഹാമിയ്യത്തുൽ ഖൽവത്തിയ്യ, അൽ ബുർഹാമിയ്യത്തുൽ മുജാഹിദിയ്യ, ഇതൊക്കെ സയ്യിദ് ഇബ്രാഹിം ഖുറൈശി ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ അവിടെ മുതൽക്ക് ഇതുവരെ വരുന്ന മശായിഖ്മാരുടെ വഴിയിലൂടെ ഇപ്പോഴും ഈജിപ്തിലുള്ളതാണ്. അതിനെപ്പറ്റിയൊന്നും പറയാൻ ഞാൻ ആരുമല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഷെയ്ഖ് മുഖ്താറുമായി ബന്ധപ്പെട്ടവർ എന്ത് ചെയ്താലും കുറ്റം. ബുർഹാൻ എന്ന ഈ ആയത്ത് തഫാഉലായി ഇറക്കിയതിന് ബുർഹാനുൽ മില്ലത്തി വദ്ദീൻ എന്നല്ല, ഹഖീഖത്തിന്റെ അഹ്ലുകാരൊക്കെ 4 അഖ്താബുകളിലേക്കും വിശുദ്ധ ഖുർആനിൽ ഇശാറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട, പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ഈ ഒരു ആയത്ത് കൊള്ളുന്ന കേട്ടോളൂ നിങ്ങൾ. സാദരം എന്ന AP ഉസ്താദിനെ, ഉള്ളാൾ തങ്ങളെയും MA ഉസ്താദിനെയും ഇത്രയും ഫ്രെയിം ചെയ്ത കവർ ചിത്രം, അതിന് ഫസ്റ്റിൽ ആയത്ത് ഇവർക്ക് വേണ്ടി ഇറങ്ങിയ ആയത്താ. എന്താ ആയത്ത്? ومن يعظم شعائر الله
ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. പുസ്തകത്തിന്റെ ആരംഭത്തിൽ കൊടുത്തതിന് അർത്ഥം എന്താ? ഞാൻ പറയുന്നത് നല്ല ലക്ഷണമാണ്, ഒരു തഫാഉലാണ്. പക്ഷെ അർത്ഥം വെച്ചത് എന്താണെന്നറിയോ? അർത്ഥമാണെന്ന രീതിയിൽ കൊടുത്തതാണ്. ഞാൻ അർത്ഥമാണെന്നൊന്നും പറയണ്ട. വിശുദ്ധ പ്രവാചകരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ദിവ്യ സന്ദേശത്തിന്റെ ധ്വജവാഹകരായി തീർന്ന മഹാമനീഷികൾ അവർ അള്ളാഹുവിന്റെ ഷിആറുകളാണ്. അവർ അള്ളാഹുവിന്റെ ഷിആറുകളാണ്. ആദരിക്കാൻ സൃഷ്ടാവ് കൽപ്പിച്ച ശ്രേഷ്ഠദാസന്മാർ. ഈ ആയത്തിറക്കിയിട്ടാ പിന്നെ AP ഉസ്താദിന് ആദരവ്, ഉള്ളാൾ തങ്ങൾക്ക് ആദരവ്, MA ഉസ്താദിന് ആദരവ്. അവരുടെ ഫോട്ടോ അല്ലാതെ ഈ പുസ്തകത്തിൽ ഒന്നുമില്ല. എന്നിട്ട് ഇങ്ങനൊക്കെ ഇറക്കിയില്ലേ? എത്ര ലക്ഷം അതിന് മുടക്കി? അതിനൊന്നും ഒരു കുഴപ്പമില്ല. ചുരുക്കത്തിൽ ദസൂഖിയ്യ വിഭാഗം ചെയ്യുമ്പോൾ തെറ്റ്, അല്ലെങ്കിൽ അവർക്ക് പറ്റാത്തവർ ചെയ്യുമ്പോൾ തെറ്റ്, ബാക്കി എന്തും ആകാമെന്നാണോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ ഷെയ്ഖുമാരുടെ കഥ എമ്പാടും പറയാനുണ്ട്. ഡോക്ടർ അബ്ദുള്ള ഉമർ കാമിൽ ജിദ്ദയിലുള്ള ആളാണ്, നഖ്ശബന്ദിയ ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്. ഇപ്പൊ ഈ അടുത്ത് സുന്നി വോയിസ് മുഖപത്രാണ്, അതിൽ എഴുതിയിട്ടുണ്ട് നഖ്ശബന്ദിയ ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്. ഇക്കഴിഞ്ഞ മാസം എഴുതിയിട്ടുണ്ട് സുന്നി വോയിസിൽ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ഇന്റർവ്യൂ നടത്താം. പറയിപ്പിക്കണ്ട നിങ്ങൾ. ഡോക്ടർ അബ്ദുള്ള ഉമർ കാമിൽ എന്ന മഹാൻ ഞാൻ പരിചയമുള്ള ആളാണ്. ഞാൻ വളരെയേറെ പരിചയപ്പെട്ടിട്ടുണ്ട്, പലപ്പോഴും ബന്ധപ്പെടാറുണ്ട്. അതിന് ശേഷമാണ് AP ഉസ്താദ് വ്യക്തിപരമായി അദ്ദേഹത്തോട് ബന്ധപ്പെട്ടത്. നഖ്ശബന്ദിയ ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്. എന്നാൽ ഇന്നത്തെ ഇവരുടെ അളവുകോല് വെച്ചിട്ടൊന്ന് അളക്കട്ടെ, കാണുമോ നോക്കുക. നമ്മൾ ഇന്റർവ്യൂ കൊണ്ടുവരണ പുറത്ത് അദ്ദേഹത്തിന്റെ പുസ്തകം മാത്രം പുറത്തിറക്കി. പഠിപ്പിക്കാൻ തയ്യാറുണ്ടോ? ഡോക്ടർ അബ്ദുള്ള ഉമർ കാമിൽ എന്ന നഖ്ശബന്ദിയ ത്വരീഖത്തിന്റെ ഷെയ്ഖാണെന്നും സുന്നി വോയിസിൽ പ്രസിദ്ധീകരിച്ച ആ ഷെയ്ഖ് എഴുതിയ കിതാബുകൾ മർക്കസ് വിളംബരപ്പെടുത്താൻ തയ്യാറുണ്ടോ? സമസ്തയുടെ AP-ക്കാരുടെ നയങ്ങൾക്ക് യോജിക്കാത്ത കാര്യങ്ങൾ അതിലില്ലേ? മദാഹിബുകൾ അങ്ങനെയാണ്, ശരിയാത്ത് അങ്ങനെയാണ്. ഇത് കേരളം മാത്രമേ ലോകമുള്ളൂ എന്ന് പറയരുത്. അപ്പൊ ചുരുക്കത്തിൽ അബ്ദുള്ള ഉമർ കാമിൽ അദ്ദേഹത്തിൽ നിന്ന് ഹോൾസെയിലായിട്ട് ത്വരീഖത്ത് വാങ്ങിയിട്ടില്ല നമ്മുടെ ആൾ. എന്നിട്ട് നമ്മൾ വാങ്ങുമ്പോഴേക്കാ കുഴപ്പം. ഇതൊന്നും വെറുതെ പറയിപ്പിക്കാതിരിക്കാൻ നല്ലത്. പിന്നെന്താ, നമ്മുടെ മര്യാദ വിട്ട് നമ്മളൊന്നും പറയില്ല. എന്തെങ്കിലും അബദ്ധം എന്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് എന്റെ വീഴ്ചയാണ്, അത് ഷെയ്ഖിന്റെ വീഴ്ചയോ ഷെയ്ഖിന്റെ കുറ്റമായിട്ട് ആരും കാണണ്ട. ഇത് വ്യക്തിപരമായിട്ട് വിഷമമുള്ളത് കൊണ്ട് പറയാ. ശരീഅത്തിന് വിരുദ്ധമായ തരീഖത്തും ഉണ്ടാകും എന്ന് കക്കാട് മൊഴിഞ്ഞു പറഞ്ഞു എന്ന് AP ഉസ്താദ് പറഞ്ഞത് വ്യക്തമായി പിൻവലിക്കാത്തടത്തോളം കാലം എന്റെ ഈ വിഷമം തീരൂല. പക്ഷെ ഞാൻ ചെയ്യാവുന്ന ഞാൻ ചെയ്യാം. ചുരുക്കത്തിൽ AP ഉസ്താദ് സ്വീകരിച്ചാരൊക്കെയാ? ഫിർദൗസി മുതൽ ഉമർ കാമിൽ മുതൽ എമ്പാടും മഹാന്മാരെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ തന്നെ എന്താ കഥ? കാന്തപുരം വിമർശനങ്ങൾ അതിജയിച്ച കാന്തപുരം. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കാന്തപുരത്തിന് തണലും തുണയുമേകിയത് ആത്മീയ നേതാക്കളായിരുന്നു. ആത്മീയ പുരുഷന്മാരുമൊത്ത തന്റെ സഹവാസം പ്രസിദ്ധമാണ്. മർഹൂം CM വലിയുള്ളാഹിയുടെ ആത്മീയ ശിക്ഷണവും, ആത്മീയ ശിക്ഷണം എന്ന് പറഞ്ഞ മലയാളത്തില് അത്തർബിയത്തു റൂഹിയ്യ എന്നാണ്. ആ അത്തർബിയത്ത് ചെയ്യുന്ന ആൾക്കാണ് അൽ മുറബി എന്ന് പറയല്. ഇത് പിൻവലിക്ക് പുസ്തകം. അത്തർബിയത്തു റൂഹിയ്യ ആത്മീയ ശിക്ഷണവും ആരുടെ? CM വലിയുള്ളാഹിയുടെ. അദ്ദേഹം ഒരു തരീഖത്ത് ഉണ്ടാക്കിയിട്ടില്ല, അദ്ദേഹം ആർക്കും ദിക്ർ കൊടുത്തിട്ടില്ല എന്ന് പൊന്മള ഉസ്താദ് പ്രസംഗിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പലപ്പോഴും കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം ഒന്നുകിൽ മജ്ദൂബായിരിക്കാം, ഫതാവൽ ഹദീസി എടുക്ക് മജ്ദൂബാണ് എന്ന് പ്രസംഗിക്കുകയും പിന്നെ അദ്ദേഹത്തിനെ പലപ്പോഴും കാണാൻ പോയി എന്ന് പരസ്യമായി പ്രസംഗിക്കുകയും ചെയ്യല. പൊന്മള ഉസ്താദിന്റെ തരീഖത്തിന്റെ നയം. വൈരുദ്ധ്യം വരാൻ പാടില്ലല്ലോ അവനാന്റെ സംസാരത്തിൽ. ആത്മീയ ഷെയ്ഖുമാരായി തങ്ങൾക്ക് പലരുമുണ്ടെന്ന് ഇവരെല്ലാവരും എപ്പോഴും പറയാറുള്ളതാണ്. CM വലിയുള്ളാഹിയെ കുറിച്ച് ഷെയ്ഖാണെന്ന് പറയാറുണ്ട്. ഖലീൽ ബുഖാരി തങ്ങൾ കുറെ പേരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖാണ് എന്ന് പറഞ്ഞത്. എന്നാൽ അവരൊന്നും മുറബിയായ ഷെയ്ഖല്ല എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഇവര് തന്നെ നേരത്തെ എന്ത് എഴുതിയിട്ടുണ്ട്? ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് എന്ന് നിരുപാധികം പറഞ്ഞാൽ മുറബിയായ ഷെയ്ഖ് എന്ന് തന്നെയാണ് അർത്ഥം. ഇത് എഴുതിയതാര്? ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്റെ ത്വരീഖത്ത് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കാന്തപുരം പറയുന്നു ഞങ്ങൾക്കൊക്കെ ത്വരീഖത്തുണ്ട്, ഷെയ്ഖുമാരെ സ്വീകരിച്ചിട്ടുണ്ട്. കാന്തപുരം തന്നെയാണ് പറയുന്നത് ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അതിന് മുറബിയായ ഷെയ്ഖ് എന്ന് മനസ്സിലാക്കണം. അപ്പോഴ് കാന്തപുരം സ്വീകരിച്ച, ഉള്ളാൾ തങ്ങൾ സ്വീകരിച്ച, ഇവരൊക്കെ സ്വീകരിച്ചു എന്ന് ഇവർ പറയുന്ന ത്വരീഖത്തും ഷെയ്ഖും മുറബിയായ ഷെയ്ഖാണെന്ന് മനസ്സിലാക്കണം എന്നല്ലേ കാന്തപുരം പറഞ്ഞതിന്റെ അർത്ഥം. കാന്തപുരം തന്റെ ത്വരീഖത്ത് എന്ന പുസ്തകത്തിൽ മുറബിയായ ഷെയ്ഖ് എന്ന അധ്യായത്തിൽ എഴുതുകയാണ്, ത്വരീഖത്തിൽ
ഷെയ്ഖ് എന്ന് നിരുപാധികം പറഞ്ഞാൽ അത് മുറബ്ബിയാണെന്ന് മനസ്സിലാക്കണം.